മുട്ടക്കറികൾ പലതരത്തിലുണ്ട് അല്ലേ? നല്ല നാടൻ മുട്ടക്കറിയുണ്ട്, വറുത്തരച്ച മുട്ടക്കറിയുണ്ട്, എഗ് ഫ്രൈ ഉണ്ട്, അങ്ങനെ പോന്ന ലിസ്റ്റ്. ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരായിരിക്കും. ഇനിയിപ്പോ ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്ത? അപ്പൊ ഞമ്മക്കിന്നൊന്ന് നേരെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിടിച്ചാലോ? ഇനി എഗ് കറി ഉണ്ടാക്കുന്നേരോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് എഗ് മലായി മസാല. ശരിക്കും അത് കാണുമ്പോ എനിക്ക് നമ്മളെ പയ്യോളി ഹൈസ്കൂളത്തെ കണാരേട്ടന്റെ ക്യാൻറ്റീൻ ഓർമ്മയായിരുന്നു. ആടുന്ന് 2 പൊറാട്ട വാങ്ങിയാലുണ്ട് കണാരട്ട ലേശം ഒരു മുട്ടക്കറി വെച്ച് തരാൻ. പക്ഷെ എന്റെ ഡൗട്ട് ഇപ്പോഴും എഗ് ഇല്ലാണ്ട് എങ്ങനെയാ കണാരേട്ടൻ എഗ് കറി ഉണ്ടാക്കുന്നത്? കാരണം ഒരു പീസ് പോലും എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല. തികയായിട്ടായിരിക്കും, അത്രയും കുട്ടികളില്ലേ. അപ്പൊ നമ്മളെ എഗ് മലായി എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാല്, റോസ്റ്റ് ചെയ്ത വെജീസ് ഒക്കെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് പൊരിച്ചെടുത്ത എഗും ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇനിയിപ്പോ ഇതിൽ തൈര് ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ അതൊന്നും ഒഴിവാക്കിക്കുന്നുള്ളൂ. എന്നാ പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കട്ടെ എഗ് മലായി മസാല. അപ്പൊ പിന്നെ മസാലാമ. ബൈ ബൈ ഫ്രം കോയസ് റെസിപ്പി.